നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. ബംഗാളിലെ നീലച്ചിത്ര വിവാദ കേസിൽ മുഖ്യപ്രതി ആര്യൻ ഖാൻ അറസ്റ്റിൽ. പടിയൂർ ഇരട്ടക്കൊലക്കേസ് പ്രതി പ്രേംകുമാറിന്റെ മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങില്ല. അതുകൊണ്ട് തന്നെ കേദാർനാഥിൽ വെച്ച് തന്നെ പ്രേംകുമാറിന്റെ മൃതദേഹം സംസ്കരിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വൈക്കത്ത് കൈകാലുകളിൽ ഇഷ്ടിക ബന്ധിച്ച നിലയിൽ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തി. ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കി ജയിലിലടച്ച പ്രതികളിൽ രണ്ടാം പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായി. ബംഗാളിലെ നീലച്ചിത്ര വിവാദ കേസിൽ മുഖ്യപ്രതി ആര്യൻ ഖാൻ അറസ്റ്റിൽ. ആര്യൻ ഖാന്റെ അമ്മ ശ്വേത ഖാൻ സ്വന്തം മകളെ പോലും നീലച്ചിത്ര നിർമ്മാണത്തിനും സെക്സ് റാക്കറ്റിനും വേണ്ടി ഉപയോഗിച്ചിരുന്നുവെന്ന വമ്പൻ ട്വിസ്റ്റും കേസിൽ ഉണ്ടായി. ശ്വേത ഖാൻ ഒളിവിലാണെന്നും ചിലപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കാമെന്ന അഭ്യൂഹം പരക്കുന്നുണ്ട്. ബംഗാളിൽ ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച നീലച്ചിത്ര റാക്കറ്റ് കേസിലെ പ്രതികളിൽ പ്രധാനി പിടിയിൽ. കേസിലെ പ്രതി ശ്വേത ഖാന്റെ മകൻ ആര്യൻ ഖാനും സഹായിയുമാണ് പിടിയിലായത്. ഒളിവിലുള്ള ശ്വേത ഖാന് വേണ്ടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മറവിൽ യുവതികളെ ഉപയോഗിച്ച് നീലച്ചിത്ര നിർമ്മാണവും പെൺവാണിഭവും നടത്തിയെന്ന പരാതിയിലാണ് ശ്വേത ഖാൻ, മകൻ ആര്യൻ ഖാൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തത്. ശ്വേത ഖാനെതിരെ 23-കാരി പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് നീലച്ചിത്ര റാക്കറ്റിന്റെ വിവരങ്ങൾ പുറത്തായത്. ശ്വേത ഖാനും മകനും ചേർന്ന് നീലച്ചിത്ര നിർമ്മാണവും പെൺവാണിഭവും നടത്തുകയാണെന്നും നീലച്ചിത്രത്തിൽ അഭിനയിക്കാൻ വിസമ്മതിച്ചതിന് മർദ്ദിച്ചെന്നുമായിരുന്നു യുവതിയുടെ പരാതി. കെട്ടിയിട്ട് മർദ്ദിച്ചെന്നും സ്വകാര്യ ഭാഗങ്ങളിൽ ഇരുമ്പ് ദണ്ട് കയറ്റി മാരകമായി പരിക്കേൽപ്പിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. പോലീസ് കേസെടുത്തതിന് പിന്നാലെ കേസിലെ മുഖ്യപ്രതികളായ ശ്വേത ഖാനും മകനും ഒളിവിൽ പോയി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തത്. സ്വന്തം മകളായ 18-കാരിയെയും ശ്വേത ഖാൻ സെക്സ് റാക്കറ്റിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. നീലച്ചിത്ര നിർമ്മാണത്തിനും മകളെ ഉപയോഗിച്ചതായി പോലീസ് പറയുന്നു. 2012-ൽ മകൾ ആത്മഹത്യ ചെയ്തിരുന്നു. ശ്വേത ഖാന്റെ സമ്മർദ്ദം താങ്ങാനാകാതെയാണ് മകൾ ജീവൻ ഒടുക്കിയതെന്നും ആരോപണമുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. പടിയൂർ ഇരട്ടക്കൊലക്കേസ് പ്രതി പ്രേംകുമാറിന്റെ മൃതശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങില്ല. അതുകൊണ്ട് തന്നെ കേദാർനാഥിൽ വെച്ച് തന്നെ പ്രേംകുമാറിന്റെ മൃതദേഹം സംസ്കരിക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. കേദാർനാഥിലേക്ക് എത്താൻ കേരള പോലീസിന് പ്രതികൂല കാലാവസ്ഥ തടസ്സമായി തുടരുകയാണ്. രേഖ, അമ്മ മണി എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രേംകുമാർ ഒളിവിൽ പോയത്. ഇയാളുടെ ആദ്യ ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷയ്ക്കിടെ ജാമ്യത്തിലിറങ്ങിയാണ് ഇരട്ടക്കൊല പടിയൂരിൽ നടത്തിയത്. പടിയൂർ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പ്രേംകുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കില്ലെന്ന സൂചന. ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ ബന്ധുക്കൾക്ക് കാണിച്ചുകൊടുത്ത് കേരള പോലീസ് സ്ഥിരീകരണം വരുത്തിയിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അന്വേഷണ സംഘത്തിന് കേദാർനാഥിൽ എത്താൻ ആയിട്ടില്ല. അതേസമയം പ്രേംകുമാറിന്റെ മരണം ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ്. രണ്ടാം ഭാര്യ രേഖയെയും അമ്മായിയമ്മയെയും കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഒളിവിൽ പോയിരുന്നു. കോട്ടയം ചിങ്ങവനം സ്വദേശിയാണ് പ്രേംകുമാർ. മുൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽവാസം അനുഭവിച്ച പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു. ഇതിനിടെയാണ് നാടിനെ ഞെട്ടിച്ച് വീണ്ടും ഇരട്ട കൊലപാതകം നടത്തിയത്. ഇരിങ്ങാലക്കുട സ്വദേശികളായ രേഖയും രേഖയുടെ അമ്മ മണിയുമാണ് പ്രേംകുമാറിന്റെ ക്രൂരതയ്ക്ക് ഇരയായത്. വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കൊലപാതകങ്ങൾക്ക് ശേഷം പ്രതി ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. പ്രേംകുമാർ എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് വല വിരിച്ചിരുന്നു. രാജ്യം വിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാര്യം കേദാർനാഥ് പോലീസ് കേരള പോലീസിനെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. വൈക്കത്ത് കൈകാലുകളിൽ ഇഷ്ടിക ബന്ധിച്ച നിലയിൽ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തി. തിങ്കളാഴ്ച പ്രദേശത്തു നിന്നും കാണാതായ ഫിഷ് ഫാം ഉടമ വിപിൻ നായരുടേതാണ് മൃതദേഹമെന്ന് പോലീസ് പറഞ്ഞു. സംഭവം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ്. വൈക്കത്ത് കഴുത്തിലും കാലിലും ഇഷ്ടിക കെട്ടിയ നിലയിൽ പുഴയിൽ നിന്നും മൃതദേഹം കണ്ടെത്തി. സംഭവം കൊലപാതകമെന്നാണ് പോലീസിന്റെ സംശയം. തിങ്കളാഴ്ച മുതൽ കാണാതായ ഫിഷ് ഫാം ഉടമ ടി-വിപുരം സ്വദേശി വിപിൻ നായരുടെ മൃതദേഹമാണ് ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയത്. വൈക്കം തോട്ടകം അട്ടാറപ്പാലത്തിന് സമീപം കരിയാറിൻ തീരത്ത് ഫിഷ് ഫാം നടത്തുന്നയാളാണ് വിപിൻ. ഇതിന് സമീപത്ത് കരിയാറ്റിൽ നിന്നാണ് ഇന്ന് വൈകുന്നേരം 3 മണിയോടുകൂടി മൃതദേഹം ലഭിച്ചത്. തിങ്കളാഴ്ച മുതലാണ് വിപിനെ കാണാതായത്. പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മൃതദേഹം ലഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ മകളെ തിരുവനന്തപുരത്തേക്ക് ബസ് കയറ്റി വിടാൻ വരാമെന്ന വിപിൻ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. തലേന്ന് ഫാമിലെ താൽക്കാലിക ഷെഡിൽ കിടക്ക വിരിച്ചാണ് വിപിൻ കിടന്നത്. ഇവിടെ കിടക്ക മറഞ്ഞുകിടന്ന നിലയിലായിരുന്നു. ഇയാളുടെ ഫോണും വാഹനത്തിന്റെ താക്കോലും ഇവിടെ തന്നെ കിടന്നു. പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഇവിടെ CCTV ഉണ്ടായിരുന്നെങ്കിലും ഇവ പ്രവർത്തനരഹിതമാണെന്നാണ് വിവരം. സംഭവ ദിവസവും പറഞ്ഞ സമയത്തും വിപിൻ എത്താതിരുന്നതോടെ വീട്ടുകാർ അന്വേഷിച്ചപ്പോഴാണ് കാണാതായെന്ന് മനസ്സിലായത്. വിസ്മയ ന്യൂസ് കോട്ടയം. ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കി ജയിലിലടച്ച പ്രതികളിൽ രണ്ടാം പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലായി. മരുമകളുടെ അനിയത്തി ലിവിയയാണ് പിടിയിലായത്. ദുബായിലേക്ക് ഒളിവിൽ പോയ ലിവിയ
മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. ഇവർക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ ബന്ധു ലിവിയ ജോസ് കസ്റ്റഡിയിൽ. ഷീല സണ്ണിയുടെ മരുമകളുടെ സഹോദരിയാണ് ലിവിയ. യുവതിയെയും അന്വേഷണ സംഘം കേസിൽ പ്രതി ചേർത്തിരുന്നു. ദുബായിൽ നിന്ന് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് ഇവർ പിടിയിലായത്. ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് പോലീസ് നേരത്തെ പുറത്തിറക്കിയിരുന്നു. ബംഗളൂരുവിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കാരിയായിരുന്നു ലിവിയ. വ്യാജലഹരി കേസിൽ പോലീസ് ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചതിനെ തുടർന്ന് ദുബായിലേക്ക് കടക്കുകയായിരുന്നു. യുവതിയെ നാളെ കേരളത്തിൽ എത്തിക്കും. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ വ്യാജ LSD സ്റ്റാമ്പ് വച്ചത് ലിവിയ ജോസ് ആണെന്ന് കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി നാരായണദാസ് വെളിപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ലിവിയെ പ്രതി ചേർത്തത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ലിവിയയുടെ പേരുണ്ട്. ഇതിനിടെയാണ് ലിവിയ ദുബായിലേക്ക് മുങ്ങിയത്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരുവിൽ നിന്നാണ് നാരായണദാസിനെ കസ്റ്റഡിയിലെടുത്തത്. 2023 ഫെബ്രുവരി 27 ലഹരി മരുന്ന് കൈവശം വച്ചതിന് ഷീല സണ്ണിയെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. എന്നാൽ വ്യാജ LSD സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിക്കപ്പെട്ടു. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ 72 ദിവസമാണ് ഷീല ജയിലിൽ കഴിഞ്ഞത്. മരുമകളുടെ സ്വർണം പണയം വെച്ചതുമായി ബന്ധപ്പെട്ട ഷീലയുടെ കുടുംബവും മരുമകളുടെ കുടുംബവും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. കടങ്ങൾ വീട്ടാനായി ഷീല സണ്ണി ഇറ്റലിയിലേക്ക് പോകാൻ ശ്രമം നടത്തിയിരുന്നു. സ്വർണത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാതെയാണ് പോകുന്നതെന്ന് മരുമകളുടെ വീട്ടുകാർക്ക് പരാതിയുണ്ടായിരുന്നു. തനിക്കുകൂടി അവകാശപ്പെട്ട സ്വത്ത് നഷ്ടമാകുമെന്ന ലിവിയയുടെ ചിന്തയാണ് വൈരാഗ്യത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. സഹോദരിക്ക് അമ്മായിയമ്മയിൽ നിന്ന് നേരിട്ട അവഗണനയുടെ പ്രതികാരമാണ് ലഹരി കേസിൽ കുടുക്കിയതെന്നും മൊഴിയുണ്ട്. തുടർന്ന് ഷീലയുടെ യാത്ര മുടക്കാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതായിരുന്നു ലഹരി കേസ്. ബംഗളൂരുവിൽ വെച്ച് ആഫ്രിക്കക്കാരനിൽ നിന്നാണ് ഒറിജിനലാണെന്ന് കരുതി പ്രതികൾ LSD സ്റ്റാമ്പുകൾ വാങ്ങിയത്. ഇത് ഷീലയുടെ ബാഗിൽ വയ്ക്കുകയായിരുന്നു. എന്നാൽ പിന്നീടുള്ള വിശദമായ ലാബ് പരിശോധനയിലാണ് ലഹരി വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഷീലയ്ക്ക് ജയിൽ മോചനം സാധ്യമായതും. വിസ്മയ ന്യൂസ്, തൃശൂർ. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.